ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുമെന്നും നന്ദിപ്രമേയ ചർച്ചകൾക്ക് മറുപടിയായി പ്രധാനമന്ത്രി. നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം പുതിയ തരം വെല്ലുവിളികൾ കൂടി ഉയർത്തുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹത്രാസ് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 121. സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് നാളെ വയനാട് ജില്ലയിൽ തുടക്കം. യൂറോകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം, ആത്മനിർഭർ ഭാരതം തുടങ്ങിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനാണ് ജനങ്ങൾ NDA സർക്കാരിനെ 3ാം തവണയും അധികാരത്തിലെത്തിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് രാജ്യസഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് ഒരു സർക്കാരിനെ ജനങ്ങൾ തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതൊരു സാധാരണ കാര്യമല്ലെന്നും എന്നാൽ ജനതീരുമാനത്തിൽ കരിപുരട്ടാൻ ചിലർ ആസൂത്രിത ശ്രമം നടത്തുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണിച്ച വിവേകത്തെയും ബുദ്ധിയെയും അദ്ദേഹം പ്രശംസിച്ചു. വ്യാജ പ്രചാരണങ്ങളെ തള്ളി പ്രകടനത്തിന് പ്രാധാന്യം നൽകുകയാണ് ജനങ്ങൾ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. देश की जनता ने हमें 5 नंबर से 3 नंबर की इकोनॉमी पर पहुंचाने के लिए जनादेश दिया है और मुझे पक्का विश्वास है कि देश की जनता ने हमें जो जनादेश दिया है, हम भारत की अर्थव्यवस्था को विश्व के टॉप 3 में पहुंचा के रहेंगे. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ ഒരു സമുദായത്തിനെതിരെ പരാമർശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമാക്കി BJP. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ നിരുത്തരവാദപരമാണെന്നും ഇത് പ്രീണന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും BJP MP ബാസുരി സ്വരാജ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ BJP നേതാക്കളുടെ ആരോപണം തള്ളിയ ശ്രീ രാഹുൽ ഗാന്ധി തന്റെ പരാമർശങ്ങൾ BJPക്കെതിരെയാണെന്നും ഏതെങ്കിലും ഒരു സമുദായത്തിന് എതിരെയല്ലെന്നും പറഞ്ഞു. നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം പുതിയ തരം വെല്ലുവിളികൾ കൂടി ഉയർത്തുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിയുടെ ഉദ്ഘാടനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. AI അടിസ്ഥാന സൌകര്യ മേഖലയിൽ നിക്ഷേപം നടത്തുമെന്നും നൈപുണ്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. 2 ദിവസം നീളുന്ന ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടി നിർമ്മിത ബുദ്ധിയുടെ നിർണായക വശങ്ങൾ പരിശോധിക്കുകയും ഈ മേഖലയിലെ പുതിയ കണ്ടെത്തലുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര പ്രതിനിധികളും AI വിദഗ്ധരും നയരൂപകർത്താക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 121. 28 പേർ ഗുരുതര പരിക്കോടെ ചികിത്സയിൽ കഴിയുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് UP സർക്കാർ 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. ആൾദൈവം ഭോലെ ബാബയുടെ സത്സംഗിനിടെയാണ് അപകടമുണ്ടായത്. ഹത്രാസ് ദുരന്തത്തിൽ അന്വേഷണത്തിന് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി തലവനായുള്ള 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അലഹബാദ് കോടതിയിലും മറ്റൊരു പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഹത്രാസ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് രാജ്യസഭ അന്തിമോപചാരം അർപ്പിച്ചു.
സംഭവം വേദനാജനകവും നിർഭാഗ്യകരവുമാണെന്ന് സഭാധ്യക്ഷൻ ജഗദീപ് ധൻകർ അനുശോചിച്ചു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് വേണ്ട നിയമനിർമ്മാണം നടത്തുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ശനിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് നാളെ വയനാട് ജില്ലയിൽ തുടക്കം. കാസർഗോഡ് പരപ്പ ബ്ലോക്കിലും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. കേന്ദ്രം നടപ്പാക്കുന്ന അഭിലാഷ ജില്ലാ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് സമ്പൂർണത അഭിയാൻ നടപ്പിലാക്കുന്നത്. ഈ പ്രദേശങ്ങളുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. വയനാടിനും കാസർഗോഡിനും പുറമെ ഇടുക്കി ജില്ലയിലെ അഴുത, ദേവികുളം, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, കൊല്ലങ്കോട് ബ്ലോക്കുകളും കേരളത്തിൽ നിന്ന് അഭിലാഷ ബ്ലോക്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രഥമ സൌരദൌത്യമായ ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള സാങ്കല്പിക ഭ്രമണപഥത്തിൽ ആദ്യം വലം വയ്ക്കൽ പൂർത്തിയാക്കി. രണ്ടാമത്തെ ഹാലോ ഭ്രമണപഥത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചതായി ISRO അറിയിച്ചു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ജനുവരി 6-നാണ് ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റിൽ ആദിത്യ എത്തിയത്. ലഗ്രാഞ്ചിയൻ പോയിന്റിന് ചുറ്റും ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 178 ദിവസമെടുത്തതായി ISRO വ്യക്തമാക്കി. ഹാലോ ഭ്രമണപഥത്തിലെ യാത്രയ്ക്കിടെ നിരവധി ഉലച്ചിലുകൾക്ക് വിധേയമായ ബഹിരാകാശ പേടകം നിശ്ചിത ഭ്രമണപഥത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചിട്ടുള്ളതായും ബഹിരാകാശ ഏജൻസി അറിയിച്ചു. ഝാർഖണ്ഡിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ INDIA നിയമസഭാ കക്ഷി നേതാക്കളുടെ നിർണായക യോഗം വിളിച്ച് ഝാർഖണ്ഡ് മുക്തി മോർച്ച എക്സിക്യൂട്ടീവ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സൊറേൻ. JMM, കോൺഗ്രസ്, RJD നിയമസഭാംഗങ്ങളുടെ സാന്നിധ്യം യോഗത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഝാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹേമന്ത് സൊറേൻ മടങ്ങിയെത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം യോഗത്തിലുണ്ടാകുമെന്നാണ് സൂചനകൾ. കഴിഞ്ഞ മാസം 28-നാണ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ഹേമന്ത് സൊറേൻ ജയിൽ മോചിതനായത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തി. 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലെ ഇന്ത്യയുടെ സംഭാവനകളെ ഷെയ്ഖ് ഹസീന അനുസ്മരിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ചയാണ് നാവികസേനാ മേധാവി ബംഗ്ലാദേശിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും നാവികസേനകൾ തമ്മിലെ ഉഭയകക്ഷി പ്രവർത്തനങ്ങളുടെ പുരോഗതി അദ്ദേഹം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ചിറ്റഗോങ്ങിലെ ബംഗ്ലാദേശ് നാവിക അക്കാദമിയിൽ നാളെ നടക്കുന്ന പരേഡ് ഇന്ത്യൻ നാവികസേനാ മേധാവി വീക്ഷിക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് സർവകാല നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. തുടക്കത്തിൽ തന്നെ 80,000 പോയിന്റ് മറികടന്ന ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് ഇപ്പോൾ 502 പോയിന്റ് നേട്ടത്തിൽ 79,944-ലാണ് വ്യാപാരം തുടരുന്നത്. നിഫ്റ്റി 154 പോയിന്റ് വർദ്ധിച്ച് 24,278-ലും വ്യാപാരം പുരോഗമിക്കുന്നു. യൂറോ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. മറ്റന്നാൾ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. ശനിയാഴ്ചത്തെ മത്സരത്തിൽ പോർച്ചുഗൽ ഫ്രാൻസിനെയും ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെയും നേരിടും. നെതർലാൻഡും തുർക്കിയെയും തമ്മിലുള്ള കളി ഈ മാസം 7-ന് നടക്കും. വിംബിൾഡൺ പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യവും സുമിത് നാഗൽ, ദുസാൻ ലായോവിക് സഖ്യവും ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. പുരുഷ സിംഗിൾസിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് 2-ാം റൌണ്ടിൽ പ്രവേശിച്ചു. ആദ്യ റൌണ്ടിൽ ചെക്ക് താരം വിറ്റ് കോപ്രിവയെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഈ മാസം 6-ന് തുടക്കം. മലയാളി താരം സഞ്ജു സാംസൺ, ശിവം ദുബെ, യശസ്വി ജയ്സ്വാൾ എന്നിവരെ പരമ്പര ടീമിൽ ഉൾപ്പെടുത്തി. എന്നാൽ ഇവർ ആദ്യ 2 മത്സരങ്ങളിൽ കളിച്ചേക്കില്ല. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും മധ്യമേഖലയിലും അടുത്ത 4 ദിവസത്തിൽ കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. ഹിമാചൽ പ്രദേശ്, ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുമെന്നും നന്ദിപ്രമേയ ചർച്ചകൾക്ക് മറുപടിയായി പ്രധാനമന്ത്രി. നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം പുതിയ തരം വെല്ലുവിളികൾ കൂടി ഉയർത്തുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹത്രാസ് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 121 സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് നാളെ വയനാട് ജില്ലയിൽ തുടക്കം.
യൂറോ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.